നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. പുതിയൊരു അധ്യായത്തിലേക്ക് കിടക്കുക. കുറേ പേര് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എന്നോട് അറിയിച്ചതുകൊണ്ട് ഫോഴ്സ് പരീക്ഷകളെല്ലാം വരികയല്ലേ സാറേ, എക്സൈസ്, ഫയർഫോഴ്സ്, പോലീസ്, സാറ് കുറേ റിവിഷൻ ഹോട്ട് ടോപ്പിക്സുകളായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം നടന്ന പരീക്ഷകൾ, ലേഡീസിൻ്റെ പരീക്ഷകൾ ഉണ്ടല്ലേ, ഫയർഫോഴ്സിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ പ്രിസൺ ഓഫീസർ, ഇപ്പോൾ എക്സൈസ്, എല്ലാം ഹോട്ട് ടോപ്പിക്സ് ആണ് മൊത്തം ചോദിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതായത് മൗലിക കർത്തവ്യങ്ങളായാലും, ഹരിത വിപ്ലവമായാലും, നീതി ആയോഗ് ആയാലും, ആസൂത്രണ കമ്മീഷൻ ആയാലും, നവോത്ഥാന സംഘടനകളായാലും, രോഗങ്ങൾ, രോഗകാരികൾ, ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഇട്ട് അത്രമാത്രം സന്തോഷമുണ്ട്. സാർ ഇങ്ങനെ പറയുന്നത്, കണക്ട് ചെയ്ത് പറയുന്നതും, സാർ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് മുമ്പ് തന്നിട്ടുള്ളതും ഒക്കെയാണ് പരീക്ഷയ്ക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആ 3 പരീക്ഷകളുടെ കഴിഞ്ഞ മാസം നടന്ന 3 പരീക്ഷകൾ എടുത്ത് നോക്കിയാൽ മതി. വുമൺ ഫയർഫോഴ്സിൻ്റെയും വുമൺ പ്രിസൺ, അതുപോലെ ബീറ്റ് ഫോറസ്റ്റ്, അതുപോലെ ഇപ്പം നടന്ന എക്സൈസ് പരീക്ഷ. ഇതിൽ സയൻസ് ഒഴിച്ച് ബാക്കി എല്ലാം ഒരുവിധം ഞാൻ പറയും എനിക്കങ്ങ് സന്തോഷമായിരുന്നു. കാരണം പല കലാരൂപങ്ങളെക്കുറിച്ച് പറഞ്ഞതായാലും, കേരളത്തിലെ സാംസ്കാരിക സംഘടനകളെക്കുറിച്ചും, അവയുടെ ആദ്യത്തെ ചെയർമാനെ കുറിച്ച് പറഞ്ഞതും, ഭരണഘടനയിൽ പറയുന്നതും എല്ലാം, അടിയന്തരാവസ്ഥ പറയും, ഇതെല്ലാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഞാൻ അടുത്ത പുതിയൊരു അംഗം തുടങ്ങിയ കുറേ പേരുടെ ആവശ്യപ്രകാരം നല്ലൊരു റിവിഷൻ ആയിരിക്കും. നമുക്ക് പോകുന്നതിന് മുമ്പ് ഒരു 100-ൽ കൂടുതൽ എഴുതാൻ പറ്റുമെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് തരാം. ഒരു 50 ചോദ്യം ഉണ്ടെങ്കിൽ ഒരു 20-25 നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഉറപ്പായിട്ട് പറയാം. 20-25 എണ്ണമെങ്കിലും വരട്ടെ എന്ന്. കാരണം ഞാൻ പഠിപ്പിക്കുന്നതിൽ ഏതൊരു പരീക്ഷയ്ക്കും കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ടും വരും. പലരും പറയും ഇതിപ്പോൾ ഒക്കെ വേണമെന്ന്. ചിലവരും ഒന്ന് മെസ്സേജ് ഇടുന്നതാണ് ചില യൂട്യൂബ് ക്ലാസ്സിൻ്റെ ഇടയിൽ, ഇങ്ങനെ ഇനി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, ഏത് പരീക്ഷയ്ക്ക് ഇല്ലാത്ത നിങ്ങളൊന്ന് പറഞ്ഞേ. ഇപ്പം നടന്ന പ്രിസൺ ഓഫീസറോ, ബീറ്റ് ഫോറസ്റ്റോ, അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് പരീക്ഷയോ, വുമൺ ഫയർഫോഴ്സോ നിങ്ങൾ എടുത്തു വെച്ച് നോക്ക്. ഏത് പരീക്ഷയിലാണ് ഇല്ലാത്ത ചോദ്യങ്ങൾ? ഒരുവിധം എല്ലാം നമ്മൾ പറയുന്ന കണക്റ്റഡ് ഫാക്ട്സാ. ചിലത് കുറച്ച് സ്റ്റേറ്റ് ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ സ്കൂൾ ടെസ്റ്റിൻ്റെ വരികൾ ചോദിക്കും. ബാക്കിയെല്ലാം ബേസ് ചോദ്യങ്ങൾ തന്നെ ചോദിക്കുന്നത്. അല്ലാതെ ഏത് പരീക്ഷയ്ക്ക് അത് ഈ മെനക്കെടാനും വയ്യ, അല്ലെങ്കിൽ കുറേ എണ്ണം കളിയാക്കാനായിട്ട് നടക്കുമല്ലോ ഒരു സാറിനെ, ഇങ്ങനെയാണോ എന്ന്. പക്ഷേ പഠിക്കുന്ന കുട്ടികൾക്കറിയാം സാറിൻ്റെ റിവിഷൻ പ്രയോജനമാണ്, ഞങ്ങൾ പഠിച്ചു തീർത്തിട്ട് സാർ ഇങ്ങനെ ഒരു ഹോട്ട് ടോപ്പിക്സും കൂടെ വന്നപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടു എന്ന് പറയുന്നത്. അത് മതി, ആ അഭിപ്രായം മതി. ബാക്കിയുള്ളവരെ ഞാൻ നോക്കാറില്ല. കാരണം എന്താ, ഞാൻ ഈ 2021 മുതൽ 25 വരെയുള്ള എല്ലാ ചോദ്യ പേപ്പറും റെഫർ ചെയ്തുകൊണ്ടേക്കുക. പ്രിലിംസ് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിച്ചു, മെയിൻ പരീക്ഷയുടെ എങ്ങനെ, സ്പോർട്സ് പരീക്ഷയുടെ എങ്ങനെ, അതുമായി കണക്റ്റഡ് കണ്ടാൽ നിങ്ങളെ മുമ്പിലേക്ക് ഉണ്ട്. അല്ലാതെ ഒരാൾ ഓടി വന്നിട്ട് ഇത് പഠിച്ചോ അത് പഠിച്ചോ എന്നൊന്നും അല്ല പറയുന്നത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് തന്നെ വന്നേ. അതുകൊണ്ട് പുതിയൊരു അംഗത്തിലേക്ക് കിടക്കുകയാണ്. ഹോട്ട് ടോപ്പിക്സ് സ്പോർട്സ് പരീക്ഷകൾക്ക് ഉറപ്പായിട്ട് സെറ്റാക്കി നല്ലൊരു ഫ്രഷ് ബുക്ക് എടുത്തോ. ആ ഫ്രഷ് ബുക്കിൽ എഴുതി പോയിക്കോ. ഉറപ്പ് പറയുന്നു, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഉറപ്പ് പറയാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ പരീക്ഷയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സന്തോഷത്തോടെ പഠിച്ചിട്ട് പോകുന്നവർ, ഇത് മൊത്തം ഞാൻ തന്നതിന് ശേഷം പഠിച്ചിട്ട് പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കും. അന്നത്തെ റിവിഷൻ ക്ലാസ്സും സാറ് തന്ന ഹോട്ട് ടോപ്പിക്സുകളൊക്കെ ഒത്തിരി പ്രയോജനപ്പെട്ടു. പിന്നെ ഇത് മാത്രം ആശ്രയിച്ച് പഠിക്കരുത്, ഇത് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞും പഠിക്കരുത്. കാരണം ടോപ്പിക്ക് ബേസ് വെച്ച് സിലബസ് കേന്ദ്രീകരിച്ച് കറക്റ്റ് ഒരു ഓർഡറിൽ പഠിക്കുക. കറക്റ്റ് ഓർഡറിൽ പഠിക്കണം. അപ്പോൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ യൂറോപ്യന്മാരുടെ വരവ്, തിരുവിതാംകൂറിൻ്റെ ചരിത്രം, കേരള പ്രക്ഷോഭങ്ങൾ, അതുപോലെ ഇന്ത്യയിൽ എടുക്കുമ്പോൾ 1857 റിവോൾട്ട്, സ്വാതന്ത്ര്യ സമരം, ലോകസമര വർഷങ്ങൾ, ഇതൊക്കെ സെറ്റായിട്ട് അങ്ങ് പഠിക്കണമെന്നേ. ആ പഠിക്കുമ്പോൾ ഓർഡർ ജോഗ്രഫി എടുക്കുമ്പോൾ ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്, അന്തരീക്ഷ പാളികൾ, മേഘങ്ങൾ, കാറ്റുകൾ, അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി എടുക്കുമ്പോൾ കറക്റ്റ് ഓർഡറിൽ പതുക്കെ സമയമുണ്ട്. മെയ് മാസം തൊട്ടല്ലേ പരീക്ഷ വരുന്നത്. എനിക്ക് തോന്നുന്നു ഏപ്രിലും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പ്രിസൺ ഓഫീസർ ബോയ്സിന് പരീക്ഷയുണ്ട്. മെയ് മാസത്തിൽ എക്സൈസ് പരീക്ഷയുണ്ട്. പിന്നെ ജൂൺ, ജൂലൈ, പിന്നെ കമ്പനി ബോർഡ് LGSകാർക്കും ഇത് പ്രയോജനം. കമ്പനി ബോർഡ് LGS പരീക്ഷയൊക്കെ വരുന്നില്ലേ, പ്രിലിംസ് പരീക്ഷ. അല്ലാതെ GK എന്ന് പറയുന്നത് വേറൊരു പരീക്ഷയ്ക്ക് ഇങ്ങനെയില്ല. എന്നാലും നമുക്കൊരു ഹെഡിങ് ഇടുമ്പോൾ അവർക്കൊരു ആശ്വാസം ആവട്ടെ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ പരീക്ഷകൾക്കും പ്രയോജനം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അംഗം തുടങ്ങുന്നു. ഇനി കൂടെ കാണാം. ഒരു പരീക്ഷ വരെ കമ്പനി ബോർഡ് LGSന് ഞാൻ കൺഫ്യൂസിങ് ഫാക്ട്സ് തുടങ്ങിയായിരുന്നു. കാരണം കൺഫ്യൂസിങ് ഫാക്ട്സ് ഞാൻ കൂടുതലും എടുക്കുന്നത് എന്തുകൊണ്ടാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മനസ്സിലേക്ക് കയറട്ടെ, അതുമായി കണക്റ്റഡ് ഫാക്ട്സ് ഉണ്ടാവട്ടെ. അതുകൊണ്ട് അവർക്ക് ശനിയാഴ്ച തോറും ഞാൻ കൺഫ്യൂസിങ് ഫാക്ട്സ് അതും യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഫോഴ്സുകാർക്ക് ഹോട്ട് ടോപ്പിക്സും, ഇത് രണ്ടും പഠിച്ചോണം കേട്ടോ. കമ്പനി ബോർഡിന് ഇടുന്നതും
പഠിക്കണം, ഇതും പഠിക്കണം, പ്രയോജനപ്പെടും. നമ്മൾ എത്രമാത്രം പഠിക്കുന്നുവോ അത്രമാത്രം നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തത്തേ ഉള്ളൂ. അല്ലാതെ ഇത് ചോദിക്കില്ല, അത് ചോദിക്കില്ല, ഈ നെഗറ്റീവ് പറയുന്നവരെ നമ്മൾ ഒഴിവാക്കുക. നമുക്കത് വേണം, നമുക്കത് ആവശ്യമാണ് എന്ന രീതിയിൽ പഠിച്ച് മുന്നേറി നോക്കേ, അപ്പോൾ തീർച്ചയായിട്ടും കിട്ടും. ഒരു അധ്യാപകൻ വെറുതെ ഓടി വന്ന് ഇവിടെ ഒന്ന് വല്ലതും പറയൂ? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അത് പ്രയോജനപ്പെടട്ടെ എന്ന് വെച്ചാൽ. അപ്പം നിങ്ങളുടെ വിജയം കാണാൻ വേണ്ടി ആ അഡ്വൈസ് ലെറ്റർ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ തോളിട്ട് നിൽക്കുന്നതും പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങുന്നതും ഒക്കെ വാങ്ങുന്ന ഓരോ റീൽസുകളൊക്കെ കണ്ടില്ലേ? അതുപോലെ ട്രെയിനിങ് പാസിംഗ് ഔട്ട് കഴിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും സല്യൂട്ട് കൊടുക്കുന്നതും ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളല്ലേ? നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ ഇച്ചിരി കഷ്ടപ്പെടുക. ഈ കുറച്ച് നാളൊന്ന് കഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം ഉണ്ടായിരിക്കും. അത് ഞാൻ ഉറപ്പ് പറയുന്നതാണ്. നിങ്ങളെപ്പോലെ കുറേ പേര് കഴിഞ്ഞ വർഷം കഷ്ടപ്പെട്ടവരാണ്. ഇപ്പോൾ സേഫ് സോണി ട്രെയിനിങ്ങും ഒക്കെ നടക്കുന്നതും ട്രെയിനിങ് കഴിഞ്ഞവരും ഇപ്പോൾ അഡ്വൈസ് വന്നതും ഒക്കെ കുറേ പേരില്ലേ? അവരൊക്കെ ഇതേപോലെ പഠിച്ചതാ. നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ വേവലാതികളും അവർക്കും ഉണ്ടായിരുന്നു. കിട്ടുമോ ഇല്ലയോ, വരുമോ, തിരിഞ്ഞു പോകുന്നോ, ഇതെല്ലാം. പക്ഷേ അവർ മെനക്കെട്ടിരുന്നിരുന്നിരുന്ന് പഠിച്ചപ്പം തീർച്ചയായിട്ടും കട്ട് ഓഫുകൾ കൂടുന്നില്ലേ? ആരാ കൂട്ടിയത്? നിങ്ങൾ തന്നെ. നിങ്ങളെല്ലാവരും പഠിക്കുന്നവരാണ്. അപ്പം മാക്സിമം ടോപ്പിക് അനുസരിച്ചും കണ്ടന്റ് കറക്റ്റ് ഫോളോ ചെയ്തും റിവിഷനിലിരിക്കുകയാണ്. മോക്ക് ടെസ്റ്റ് ചെയ്യണേ, മോക്ക് ടെസ്റ്റ് ആത്മവിശ്വാസം കൂട്ടി മോക്ക് ടെസ്റ്റ് ചെയ്യണേ. ഇതിലൊക്കെ സെറ്റ് ആയിരിക്കുമെന്ന്. അപ്പം തുടങ്ങാം നമുക്ക് അംഗം തുടങ്ങുകയാണ്. ഇന്നത്തെ അധ്യായം 1 ഒക്കെ ഹോട്ട് ടോപ്പിക്സ് 1. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് 6 ടോപ്പിക്കുകൾ, 6 വെരി ഓരോ വിഷയത്തിൽ നിന്ന് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കേ. 1, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ലോക വിപ്ലവങ്ങളുടെ ഒരു ഒറ്റ നോട്ടം. അല്ലാതെ സാറുമാർ പഠിപ്പിക്കുകയെ ലോക വിപ്ലവം ഏറ്റവും കൂടുതൽ ചോദിച്ച പോയിന്റുകൾ ഒറ്റ നോട്ടത്തിൽ. 2, ജോഗ്രഫിയിൽ ഒരു വെറൈറ്റി കൊണ്ടുവന്ന മേഘങ്ങൾ പല പരീക്ഷയ്ക്കും കണ്ടിട്ടുണ്ട്. മേഘങ്ങൾ എഴുതി കൊണ്ടുവരും, കാറ്റുകൾ കൊണ്ടുവരും, അന്തരീക്ഷ പാളി കൊണ്ടുവരും, ഭൂവൽക്ക മാൻഡിൽ അകക്കാമ്പ്, ഇതെല്ലാം നിങ്ങൾ കൊണ്ടുവരും. ആദ്യം മേഘങ്ങൾ. പിന്നെ ഭരണഘടനയിൽ ഞാൻ പഞ്ചായത്ത് രാജാണ് എടുത്തുകൊണ്ട് വന്നത്. കാരണം ഫോഴ്സ് വരിയിൽ പലതിലും ഞാൻ കണ്ടിട്ടുണ്ട് PK തുങ്കൻ കമ്മിറ്റി അല്ലെങ്കിൽ ഗ്രാമസഭ പഞ്ചായത്ത് രാജ് വന്നേന്ന്. അതുകൊണ്ട് അതും കൊണ്ടുവന്നു. പിന്നെ സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാ ഒളിമ്പിക്സ് മെഡൽ, ഏഷ്യൻ ഗെയിംസ് മെഡൽ, ദേശീയ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ, ഇന്ത്യയുടെ സ്ഥാനം 1ാം സ്ഥാനം, അത് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ IT-യിൽ നിന്ന് ഇപ്പോഴേ അങ്ങ് പഠിക്കാം. IT നിങ്ങൾക്ക് IT ആക്റ്റുകൾ, കുറച്ച് IT ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന IT ആക്റ്റുകളും, പിന്നെ എപ്പോഴും ചോദിക്കുന്ന നോബൽ സമ്മാനം 2025 ഏതൊരു പരീക്ഷയ്ക്കുണ്ട്. ഒരു 10 പരീക്ഷ എടുത്താൽ 9 പരീക്ഷയിൽ നോബൽ സമ്മാനം കാണും. 1-2 പരീക്ഷ ഒഴിച്ചാൽ ബാക്കി എല്ലാ പരീക്ഷയ്ക്കും നോബൽ സമ്മാനങ്ങൾ കണ്ടിട്ടുണ്ട്. അതും അങ്ങ് ആദ്യത്തെ ടോപ്പിക്കിൽ പോട്ടെ. അപ്പം നമുക്ക് 6 ടോപ്പിക്കുകളാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. നമുക്ക് തുടങ്ങാം. 1ാമത്തെ ടോപ്പിക്ക് ആദ്യം ഞാൻ വർഷങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആദ്യം വർഷം നിങ്ങളങ്ങ് പഠിച്ചേ. മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം നടന്നത് എവിടെ? ഇംഗ്ലണ്ടില്. വർഷമെന്ന 1688. അപ്പം മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം നടന്ന അത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. കാർഷിക വിപ്ലവം, വ്യവസായ വിപ്ലവം, മഹത്തായ വിപ്ലവം, ഇത് 3 നടന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഏത് വർഷമാണ്? 1688. ജെയിംസ് 2 രാജാവ്. അടുത്ത അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത് 1776. അപ്പം മഹത്തായ വിപ്ലവം നടന്നത് 1688, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത് 1776, ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789. 3 പഠിച്ച് 1688 മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776, ഫ്രഞ്ച് വിപ്ലവം 1788, ചൈനീസ് വിപ്ലവം നടന്നത് 1911. ചൈനീസ് വിപ്ലവം. റഷ്യൻ വിപ്ലവം നടന്നത് 17. അപ്പൊ 11 ചൈനീസും 17 റഷ്യൻ വിപ്ലവം. 1ാം ലോകമഹായുദ്ധം 14 മുതൽ 18 വരെയും 2ാം ലോകമഹായുദ്ധം 39 മുതൽ 45 വരെയുമാണ്. ഇതാണ് മെയിൻ ആയിട്ടൊന്ന് അറിഞ്ഞു. ഇനി കൊച്ചു വർഷങ്ങൾ ഞാൻ അടുത്ത പേജിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ മെയിൻ ഒന്ന് പഠിച്ചേ. മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം നടന്ന വർഷം 1688, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776, ഫ്രഞ്ച് വിപ്ലവം 1789, ചൈനീസ് വിപ്ലവം 1911 റഷ്യൻ വിപ്ലവം 1917 പിന്നെ നമ്മൾ പഠിച്ചത് 1ാം ലോകമഹായുദ്ധം 1914 മുതൽ 18 വരെ, 2ാം ലോകമഹായുദ്ധം 1939 മുതൽ 45 വരെ. അടുത്ത മെയിൻ പോയിന്റുകൾ നോക്കേ. ഇനി അതിൽ അറിഞ്ഞിരിക്കേണ്ട ലോക വിപ്ലവങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ ചൈനയിൽ ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് ആരുടെ നേതൃത്വത്തിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ചൈനീസ് വിപ്ലവ സമയത്ത് നേതാവ് സണ്ണി യാട്സൺ ആണ്. ചൈനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ എടുത്തു ചോദിക്കൂടെ. ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് ആരുടെ നേതൃത്വത്തിൽ? മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ 1949 ഒക്ടോബർ 1. 49 ഒക്ടോബർ 1. ഈ ലോങ് മാർച്ച് നടത്തിയത് ആരാ? മാവോ സേ തൂങ് ആണ്. അത് 1934
1974. അപ്പൊ മാവോ സേ തൂങ്ങിന്റെ ലോങ് മാർച്ച് ഏത് വർഷം? 1930 അല്ലെ? കഴിഞ്ഞ ആഴ്ച നടന്ന എക്സൈസ് പരീക്ഷയിലെ ഈ ചോദ്യം ഉണ്ടായിരുന്നു. ലോങ് മാർച്ച് സണ്ണിയാട്സൺ എഴുതി, തെറ്റന്നല്ലേ? അപ്പം തെറ്റായി ജോഡി കണ്ടെത്താനാ. അപ്പൊ ലോങ് മാർച്ച് അവർ എഴുതിയിരുന്നത് സണ്ണിയാട്സനാ. ശരിയാണോ? അല്ല, മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ. ഇനി ചൈനയിൽ നടന്നതാണ് ബോക്സർ കലാപം. മഞ്ജു രാജവംശത്തിനെതിരെ 1900-ലും. കറുപ്പ് യുദ്ധം ചൈനയിൽ 2 എണ്ണം നടന്നു. 1839 മുതൽ 42 വരെയും 56 മുതൽ 60 വരെയുമാണ് ചൈനയിൽ എന്ത് നടന്നത്? കറുപ്പ് യുദ്ധം നടന്നത്. അപ്പൊ മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായ വർഷം എന്നാണ്? 49 ഒക്ടോബർ 1. മാവോ സേ തൂങ് ലോങ് മാർച്ച് നടത്തിയ വർഷം എന്നാ? 34. ബോക്സർ കലാപം ചൈനയിൽ നടത്തിയത് 1900-ല്. കറുപ്പ് യുദ്ധം നടന്നത് 1839 മുതൽ 42 വരെയായിരുന്നു ഒന്നാം കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. ഇനി റഷ്യയിൽ നടന്ന സംഭവം നോക്കണേ. രക്തരൂഷിത ഞായറാഴ്ച 1905 ജനുവരി 9 റഷ്യയിലാണ്. അപ്പൊ രക്തരൂഷിത ഞായറാഴ്ച നടന്നത് ഏത് രാജ്യത്താണ്? റഷ്യയില് 1905-ലാണ്. വാട്ടർലൂ യുദ്ധം, അതായത് നെപ്പോളിയനെ പരാജയപ്പെട്ട യുദ്ധം. നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതെല്ലാം വരും. ഇത് ഷോർട്ട് കട്ടുകളാണ്. അതായത് നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാ? വാട്ടർലൂ യുദ്ധം. ഈ വാട്ടർലൂ യുദ്ധം നടന്നത് 1815-ലാണ്. നെപ്പോളിയനും ഡൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ അഥവാ ആർതർ വെല്ലസ്ലി ആയിരുന്നു എന്നു പറയുന്നത് വാട്ടർലൂ യുദ്ധത്തിൽ. നെപ്പോളിയൻ പരാജയപ്പെട്ട് സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തി. എന്നാ വാട്ടർലൂ യുദ്ധം? 1815. അടുത്തത് ബോക്സ്റ്റൺ ടീ പാർട്ടി. കേട്ടിട്ടുണ്ടോ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്താ? ബോസ്റ്റൺ ടീ പാർട്ടി 1773. അമേരിക്കൻ ഭരണഘടന 1789. ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന അമേരിക്കയുടെ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്ക. അപ്പൊ ആദ്യത്തെ ഭരണഘടനയും ഏറ്റവും ചെറിയ ഭരണഘടനയും അമേരിക്കയുടെ അല്ലേ? അത് 1789-ലാണ്. അതുപോലെ അമേരിക്കയിൽ നടന്നതാണ് 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനവും 2-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനവും. 1774 ഫിലാഡൽഫിയയിലാണ് 2 കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനവും നടന്നത്. 74-ൽ ഒന്നാമത്തതും 75-ൽ 2-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം. രണ്ടും നടന്നത് എവിടെ വെച്ചാണ്? ഫിലാഡൽഫിയയിൽ വെച്ചാണ് രണ്ടും നടന്നത്. ആദ്യത്തതിൽ ജോർജിയ പങ്കെടുക്കുന്നില്ല. 2-ാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ എല്ലാ കോളനികളും പങ്കെടുത്തു. അപ്പോൾ കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം ഏത് വർഷം? 74-ഉം 75-ഉം. എവിടെ വെച്ച് നടന്നു? ഫിലാഡൽഫിയയിൽ വെച്ചാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം. ഇവിടെ വെച്ചല്ലേ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ഒക്കെ 2-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. ഈ 2-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് വെച്ച് അവരുടെ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുക്കുന്നത് 2-ാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ചാണ്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടി പാരീസ് ഉടമ്പടി 1783. പാരീസ് ഉടമ്പടി ഏത് വർഷം? 1783. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്? 83-ൽ. ഇനി ഈ പേൾ ഹാർബർ ആക്രമണം, ഇത് ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് 2-ാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക പ്രവേശിക്കാൻ കാരണം ഏത്? അമേരിക്ക അതിലേക്ക് വരാൻ കാരണം പേൾ ഹാർബർ ആക്രമണം 1941. അതായത് അമേരിക്കയുടെ ഒരു ദ്വീപാണ് ഹവായി ദ്വീപ്, നാവിക കേന്ദ്രം. ഇത് ആക്രമിക്കുന്നു? ജപ്പാൻ ആക്രമിക്കുന്നു. ഇതാണ് പേൾ ഹാർബർ ആക്രമണം എന്ന് പറയുന്നത് 1941-ലാണ്. ഹിരോഷിമയിൽ അണുബോംബിട്ടത് 45 ഓഗസ്റ്റ് 6-നും നാഗസാക്കിയിൽ അണുബോംബിട്ടത് ഓഗസ്റ്റ് 9-നുമാണ്. അപ്പം 2-ാം ലോകമഹായുദ്ധത്തിൽ രണ്ടിടത്തല്ലിയുടെ ബോംബിട്ടത് ഹിരോഷിമയിലും നാഗസാക്കിയിലും. ഹിരോഷിമയിൽ 45 ഓഗസ്റ്റ് 6-നും നാഗസാക്കിയിൽ ഓഗസ്റ്റ് 9-നുമാണ് നാഗസാക്കിയിൽ ബോംബിടുന്നത്. ഇനി ഇതാണ്ട് അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. 1-ാം ലോകമഹായുദ്ധത്തിലെ 2 സൈനിക സഖ്യങ്ങളുടെ പേര്. 1-ാം ലോകമഹായുദ്ധത്തെ ത്രികക്ഷി സഖ്യവും ഉണ്ടായിരുന്നു, ത്രികക്ഷി സൗഹാർദ്ദം ഉണ്ടായിരുന്നു. ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, ആസ്ട്രിയ, ഹംഗറി. ഇവർ തോറ്റുപോയി. മറ്റേ കക്ഷിയാണ് ത്രികക്ഷി സൗഹാർദ്ദം. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ കയറി വരും. ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയുമാണ് ത്രികക്ഷി സൗഹാർദ്ദം. ഇവരാണ് 1-ാം ലോകമഹായുദ്ധത്തിൽ ജയിച്ചത്. അപ്പൊ ത്രികക്ഷി സഖ്യത്തിൽ ആരൊക്കെയാ? ജർമ്മനി, ഇറ്റലി, ആസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആരൊക്കെയാ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ ആയിരുന്നു ത്രികക്ഷി സൗഹാർദ്ദം. 2-ാം ലോകമഹായുദ്ധം നോക്കെ അച്ചുതണ്ട് സഖ്യവും ഉണ്ട്, സഖ്യശക്തികളും ഉണ്ട്. അതിൽ സഖ്യശക്തികളാണ് വിജയിക്കുന്നത്. അച്ചുതണ്ട് ശക്തിയിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികളിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും, അവിടെ റഷ്യ ആയിരുന്നു, ഇവിടെ ചൈന കയറി വരണം. ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയുമാണ് ഏത് വരുന്നത്? സഖ്യശക്തികൾ എന്ന് പറയുന്നത്. ഒരു ഏകദേശം ചോദിക്കേണ്ട കുറേ നല്ല പോയിന്റ്
പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതാണ്ട് റഷ്യയിലെ 2-3 പോയിന്റും ഒക്കെ. റഷ്യ വിപ്ലവത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും. ബോൾഷെവിക്കുകളുടെ നേതാവ് ലെനിനും ട്രോട്സ്കിയുമാണ്. അതിനെ ഒക്ടോബർ വിപ്ലവം എന്ന് വിളിക്കുന്നു. റഷ്യയിലെ വിപ്ലവത്തെ 2 വിപ്ലവം അല്ലേ, ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം ഉണ്ട്. അതിൽ ഒക്ടോബർ വിപ്ലവം അറിയപ്പെടുന്നത് ബോൾഷെവിക്കുകളുടെയാണ്. അവരുടെ നേതാവാര ലെനിനും ട്രോട്സ്കിയും. അടുത്ത ഫെബ്രുവരി വിപ്ലവം എന്ന് പറഞ്ഞാൽ മെൻഷെവിക്കുകളാണ്. അലക്സാണ്ടർ കെരൻസ്കി. ഫെബ്രുവരി വിപ്ലവകാര അലക്സാണ്ടർ കെരൻസ്കിയാണ് ഫെബ്രുവരി വിപ്ലവത്തിന്റെ നേതാവ്. മെൻഷെവിക്കുകളുടെ നേതാവ് എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്ക്. അപ്പൊ ഒന്നാമത്തെ ടോപ്പിക് ഒന്നും കൂടെ എന്ന് പറഞ്ഞേ. ഒന്നാമത്തെ ടോപ്പിക് ലോക വിപ്ലവങ്ങളെ കുറിച്ച് ഒന്ന് പറയാം നമുക്ക്. മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം നടന്നത് 1688. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം 1789. ചൈനീസ് വിപ്ലവം 1911. റഷ്യൻ വിപ്ലവം 1917. ഒന്നാം ലോകമഹായുദ്ധം 14 മുതൽ 18 വരെയും 2ാം ലോകമഹായുദ്ധം 39 മുതൽ 45 വരെയും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം ഏതാ? ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി, ബാസ്റ്റീൽ ജയിൽ, ബോസ്റ്റൺ ടീ പാർട്ടി, 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ, ഇതൊക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുന്നതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് ഏതെന്ന് പറയുന്നത്? പാരീസ് ഉടമ്പടി 1783. ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയ നേതാവാര? മാവോ സേ തൂങ്. 34 മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് ആയ വർഷമെന്ന 1949 ഒക്ടോബർ 1. കറുപ്പ് യുദ്ധവും ബോക്സർ കലാപവും ചൈനയിലല്ലേ നടന്നത്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും 1ാം ലോകമഹായുദ്ധം. അച്ചുതണ്ട് സഖ്യവും സഖ്യശക്തികളും 2ാം ലോകമഹായുദ്ധം. മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും റഷ്യൻ വിപ്ലവം. പേൾ ഹാർബർ ആക്രമണം 1941. ഹിരോഷിമയിൽ ബോംബിട്ടത് 45 ഓഗസ്റ്റ് 6-നും നാഗസാക്കിയിൽ ഓഗസ്റ്റ് 9-നുമാണ്. ഒരു ഏകദേശ ഐഡിയ ഉണ്ട്. പക്ഷെ ഇതൊന്നും അല്ല ടോപ്പിക്ക്. ഫ്രഞ്ച് വിപ്ലവത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ബൂർബൻ രാജവംശം, അതൊക്കെ ഞാൻ അല്ലാതെ ഒരെണ്ണം കൊണ്ടുവരാൻ ടോപ്പിക്ക്. ഇതൊരു ഒറ്റ നോട്ടത്തിൽ എന്ന് പറയുന്ന കാര്യം പഠിച്ചു വെച്ചിരുന്നാൽ മതി. അടുത്ത നോക്കേ, മേഘങ്ങൾ. ജോഗ്രഫിയിലെ പോർഷനാണ് മേഘങ്ങൾ. ആകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘമാണ് ക്യുമിലസ്, പഞ്ഞിക്കെട്ട്. അതുപോലെ ആകാശത്ത് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാലും ക്യുമിലസ് മേഘം പറയാം. അപ്പോൾ ഒരു മേഘത്തിന്റെ പേരാണ് ക്യുമിലസ്. ആകാശത്ത് പഞ്ഞിക്കെട്ട് പോലെയും ആകാശത്ത് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതും ഏതാണ്? ക്യുമിലസ് മേഘങ്ങളാണ്. ഇനി നോക്കിയ ഒരെണ്ണവും കൂടെ ഉണ്ട്. ആകാശത്ത് കോളിഫ്ലവറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നതും ഏതാണ്? ക്യുമിലസ്. നമ്മുടെ പ്രധാന കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു മേഘമാണ് ക്യുമിലസ് എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ ക്യുമിലസിന് 3 പ്രത്യേകതകൾ. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു, ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകളെ പോലെ കാണപ്പെടുന്നു, കോളിഫ്ലവറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘം ഏതാണ്? ക്യുമിലസ്. തിരച്ചീനമായ, ഇതിപ്പോ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ, തിരച്ചീനമായ ഷീറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കാണപ്പെടുന്നതും പാളികൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കാണപ്പെടുന്ന മേഘം സ്ട്രാറ്റസ് മേഘം. ഷീറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നതും പാളികൾ അടുക്കി വെച്ചിരിക്കുന്ന മേഘം ഏതാണ്? സ്ട്രാറ്റസ് മേഘമാണ്. അത് ചാരനിറം, ആകാശത്ത് ചെല്ലുന്ന സമയത്ത് ഒരു ചാരനിറം വരുത്തില്ലൂടെ, അതാണ് സ്ട്രാറ്റസ്. ദാ വരുന്ന ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് സ്ട്രാറ്റസിന് ഒരെണ്ണം കൂടെ ഉണ്ട്. മൂടൽ മഞ്ഞായി മേർന്നതും സ്ട്രാറ്റസ് ആണ്. ദാണ്ട് ഈ സിറസ് ഗാനൻ എപ്പോഴും ആവർത്തിക്കുന്നതാ, പഠിച്ചു വെച്ചേരെ. ദാ പോയിന്റുകൾ കണ്ടോ. പക്ഷികളുടെ തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് സിറസ്, കൈച്ചൂലിന്റെ ആകൃതിയിൽ സിറസ്, കുതിരവാലിന്റെ ആകൃതിയിൽ സിറസ്. അപ്പൊ പക്ഷികളുടെ തൂവൽക്കെട്ട്, കുതിരവാലിന്റെ ആകൃതിയിൽ, കൈച്ചൂലിന്റെ ആകൃതിയിൽ, ഇത് 3 ഏതാണ്? സിറസ് മേഘമാണ്. ചെമ്മരിയാടിന്റെ രോമക്കെട്ട്, രോമക്കെട്ട്, കോളിഫ്ലവറിന്റെ ആകൃതിയിൽ പഞ്ഞിക്കെട്ട്, അതൊക്കെ ചോദിച്ചാൽ ക്യുമിലസ് മേഘം. അപ്പൊ സിറസ് ഒന്നും കൂടെ പറഞ്ഞേടെ. കൈച്ചൂല്, കുതിരവാലിന്റെ ആകൃതിയിൽ, തൂവൽക്കെട്ടിന്റെ ആകൃതിയിൽ, ഇതാരാ? സിറസ് ആണ്. ഇതാ വരുന്ന ഇമ്പോർട്ടന്റ് ചോദ്യം. അതായത് സൂര്യാസ്തമയ സമയത്ത് ആകാശത്ത് ഒരു ദീപ്തവർണ്ണം വരുന്നില്ലേ, അത് സിറസ് മേഘങ്ങളാണ്. ഈ മഴമേഘവും ഇടിമേഘവും LGS പരീക്ഷയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. മഴമേഘങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത് നിംബോസ്ട്രാറ്റസിനെയും ഇടിമേഘം എന്ന് വിളിക്കുന്നത് ക്യുമുലോ നിംബസിനെയുമാണ്. മഴമേഘങ്ങൾ നിംബോസ്ട്രാറ്റസ്, ഇടിമേഘങ്ങൾ ഏതാണ്? ക്യുമുലോ നിംബസ്. ഇനി ഈ മഴ, നമ്മളെ ഭയങ്കര മഴക്കോൾ വരുമ്പോൾ ആകാശം ഒരു തിരമാല പോലെ പോകുന്ന കണ്ടിട്ടില്ലേ, ആ മേഘമാണ് ആൾട്ടോ ക്യുമുലസ് എന്ന് വിളിക്കുന്നത്. ആകാശത്ത് തിരമാല പോലെ ഉദിച്ചുദിച്ചു പോകുന്ന മേഘം ഏതാണ്? ആൾട്ടോ ക്യുമുലസ്. കൊടുങ്കാറ്റിന്റെ സൂചനയാണ് ആൾട്ടോ ക്യുമുലസ്. നമ്മളിലെ മഴ പെയ്യാറാകുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അമ്മയടുത്തൊക്കെ പറയാറ്, യൂ ഭയങ്കരമായിട്ട് ഇരുട്ടി അടിക്കുന്നു, നമ്മുടെ ഇരുട്ടിയായി ഭയങ്കര ഇരുട്ടായി പോയി
എന്നൊരു ആകാശത്തേക്ക് പോകാൻ മേഘങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി പോന്ന കണ്ടിട്ടില്ലേ, അത് ആ കൊടുങ്കാറ്റിന്റെ സൂചനയെ വരുന്നത് ആൾട്ടോ ക്യുമുലസ്. ഇനി ഒരു വെറൈറ്റി നോക്കേ, മീനിന്റെ ചെതുമ്പലിന്റെ ആകൃതിയിൽ സീറോ ക്യുമുലസ് എന്ന് വിളിക്കുന്നു. ചെതുമ്പലിന്റെ ആകൃതിയിലുള്ളത് സീറോ ക്യുമുലസ്. സൂര്യന്റെയും ചന്ദ്രന്റെയും ചുറ്റുമായി പ്രകാശ പരിവർത്തനം സൃഷ്ടിക്കുന്ന മേഘമാണ് സീറോ സ്ട്രാറ്റസ്. സൂര്യനും ചന്ദ്രനും ചുറ്റും വലയങ്ങൾ തീർക്കുന്ന മേഘത്തെ സിറോസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. അതൊക്കെ ഒന്ന് വായിച്ചു വിട്ടേക്കണേ. അത്രയേ ഉള്ളൂ. മേഘങ്ങൾ നല്ല പോയിന്റ് ആണ്. ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിരിക്കും. മേഘങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം കേട്ടല്ലോ. അടുത്ത നമുക്ക് അന്തരീക്ഷ പാളിയും കാറ്റുകളൊക്കെ കൊണ്ടുവരാം. അടുത്ത ഭരണഘടനയിലെ ടോപ്പിക് ഉണ്ടോ, പഞ്ചായത്ത് രാജ്. നല്ലൊരു പോർഷനാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ഭേദഗതി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 92-ലെ 73. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജും നഗരപാലികയും വന്നത് 92-ലെ 73 പഞ്ചായത്ത് രാജും 74 നഗരപാലികയും പഠിച്ചു വെച്ചിരിക്കുമല്ലോ. 92-ലെ 73 നിലവിൽ വന്നത് 93 ഏപ്രിൽ 24. അതുകൊണ്ട് ഏപ്രിൽ 24 ഏത് ദിനം? പഞ്ചായത്ത് രാജ് ദിനം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവാര്? ബൽബന്ത് റായ് മേത്ത. ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് വന്നത് 92-ലെ 73 ഭേദഗതിയാണ്. നിലവിൽ വന്നത് 93 ഏപ്രിൽ 24. പഞ്ചായത്ത് രാജ് ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 24. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ബൽബന്ത് റായ് മേത്ത. കറക്റ്റ്. എല്ലാ പോയിന്റും ഉണ്ട്. നോക്കേ, നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി PV നരസിംഹറാവുവും പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ. അപ്പൊ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നടപ്പിൽ വരുമ്പോൾ പ്രധാനമന്ത്രി നരസിംഹറാവുവും പ്രസിഡന്റ് ആരാണ്? ശങ്കർ ദയാൽ ശർമ്മ. അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 9 പട്ടിക 11. ഭാഗം 9 പട്ടിക 11 ഭേദഗതി നമ്മൾ പഠിച്ചു 72. ഭാഗം 9 പട്ടിക 11 ആർട്ടിക്കിൾ കണ്ടോ? 243 A മുതൽ 243 O വരെയാണ്. 243 A മുതൽ O വരെയാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇത് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. ആദ്യമേ പഞ്ചായത്ത് രാജ് വന്നത് രാജസ്ഥാനിൽ നാഗൂർ ജില്ലയിൽ 1952 ഒക്ടോബർ 2 ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ആദ്യമായിട്ട് വരുന്നത് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ 1959 ഒക്ടോബർ 2 ആര് ഉദ്ഘാടനം ചെയ്യുന്നു? ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനം 59 തന്നെ ആന്ധ്രാപ്രദേശാണ്. കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 94 ഏപ്രിൽ 21. ഇന്ത്യയിൽ 93 ഏപ്രിൽ 24, കേരളത്തിൽ 94 ഏപ്രിൽ 23. പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാന സംവിധാനം എന്ന് വിളിക്കുന്ന ഗ്രാമസഭയിലെ ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243A. 243A. ആരാ ഗ്രാമസഭയുടെ കൺവീനർ? ഗ്രാമസഭയുടെ കൺവീനർ എപ്പോഴും വാർഡ് മെമ്പർ ആയിരിക്കും. വിളിച്ചു കൂട്ടേണ്ടത് വാർഡ് മെമ്പർ. അധ്യക്ഷ സ്ഥാനത്തിരിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഗ്രാമസഭയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ പഠിച്ചേരെ. 243A ഗ്രാമസഭ, 243B പഞ്ചായത്തുകളുടെ രൂപീകരണം. ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ നിർദ്ദേശക തത്വത്തിൽ പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 40 ഇത് പഞ്ചായത്തുകളുടെ രൂപീകരണം, സംസ്ഥാനത്തെ പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടത് 243B. 243C പഞ്ചായത്ത് സംവിധാനത്തെ കുറിച്ചുള്ള നിയമനിർമ്മാണം. അടുത്ത 243D പഞ്ചായത്തിലെ സംവരണ വാർഡുകൾ. ഇതെന്തുകൊണ്ടാണ് എഴുതി തന്നതെന്ന് വെച്ചാൽ ഇത് ചോദിച്ചു, പരീക്ഷയ്ക്ക് ചേരുമ്പടി ചേർക്കാൻ ചോദിച്ചു. അതുകൊണ്ടാണ് ഇത് പഠിച്ചേ പറ്റൂ. 243E പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി. 243F അംഗങ്ങളുടെ യോഗ്യത. 243G അധികാരങ്ങളും ചുമതലകളും. 243H പഞ്ചായത്തിന്റെ നികുതികളെ കുറിച്ച്. 243I പഞ്ചായത്തുകളുടെ ധനകാര്യ കമ്മീഷൻ. 243K ആണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇത് ഒത്തിരി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ 243K പഠിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് പോണേ. പലതവണ റിവിഷൻ നടത്തുമ്പോൾ എല്ലാം ഒന്ന് ലെവലാവും. ഒറ്റയടിക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ലെന്നറിയാം. എന്നാലും നിങ്ങൾ തന്നത് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച് ഫോഴ്സ് പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചതാണ്. പഞ്ചായത്ത് രാജിന്റെ പിതാവ് ആരായിരുന്നത്? ബൽബന്ത് റായ് മേത്ത. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ഒരു വൈസ്രോയി ആണ് നമ്മൾ പഠിക്കാറില്ലേ? അപ്പോൾ ഇന്ത്യയുടെ ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ആരാ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്. നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഈ MLA തെരഞ്ഞെടുപ്പൊക്കെ ഇവരാണോ നടത്തുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ നടത്തുന്നത്? അല്ല, അത് കേന്ദ്രം. ഇവരുടെ ധർമ്മം എന്താ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധർമ്മം ഈ ധർമ്മമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക. ഓർത്തു വെച്ചിരിക്കണേ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 21 വയസ്സാണ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു കൊണ്ടുവരുന്നത്. പക്ഷേ ജനകീയാസൂത്രണം എന്ന പദം MN റോയ് കൊണ്ടുവന്നിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് ജവഹർലാൽ നെഹ്റുവും ജനകീയാസൂത്രണം MN റോയും. ത്രിതല
ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവരുന്നത് ബൽബന്ത് റായി മേത്തയാണ്. ത്രിതലം കേട്ടോ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ പിതാവാരാണ്? ബൽബന്ത് റായി മേത്ത. 1957 ആ കമ്മിറ്റിയുടെ പേര്. അപ്പൊ 57 ത്രിതല പഞ്ചായത്ത് സിസ്റ്റം ഏതാ? ബൽബന്ത് റായി മേത്ത കമ്മിറ്റി 57. ചോദിച്ചു, ഉറപ്പ് 57 77 രണ്ട് കമ്മിറ്റി ഉണ്ട്. ഇത് ബൽബന്ത് റായി മേത്ത കമ്മിറ്റി, 77 അശോക് മേത്ത കമ്മിറ്റി. ബൽബന്ത് റായി ത്രിതലം കൊണ്ടുവന്നപ്പം അശോക് മേത്ത കമ്മിറ്റിയാണ് ദ്വിതല പഞ്ചായത്ത് കമ്മിറ്റി. ദ്വിതല പഞ്ചായത്ത് കമ്മിറ്റി ഏതാണ്? അശോക് മേത്ത. അശോക് മേത്ത കമ്മിറ്റിയിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു, നമ്മുടെ EMS ഒക്കെ അശോക് മേത്ത കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാ. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയമൊക്കെ ഇവരാ കൊണ്ടുവരുന്നത്. അശോക് മേത്ത കമ്മിറ്റിക്കാരാണ് മണ്ഡൽ പഞ്ചായത്തൊക്കെ കൊണ്ടുവരുന്നത്. ഇനി പഞ്ചായത്തിനാതിന് ഭരണഘടനാ സാധുത നൽകണമെന്ന ശുപാർശയുമായി വന്ന ആദ്യത്തെ കമ്മിറ്റി എല്ലാം സിംഹി കമ്മിറ്റിയാണ്. രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 1986 എല്ലാം സിംഹി. പക്ഷെ ഔദ്യോഗികമായി അംഗീകരിച്ചത് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന ശുപാർശ ചെയ്ത പാർലമെന്റിന്റെ സബ് കമ്മിറ്റി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ ശുപാർശ ചെയ്തത് TK തുങ്കൻ കമ്മിറ്റി. 1988 റിപ്പോർട്ട് സമർപ്പിച്ചത്. 89 88 രൂപീകരിക്കുന്നു, 89 നിലവിൽ വരുന്നു PK തുങ്കൻ കമ്മിറ്റി. ഓർത്തു വെച്ചിരിക്കണേ, അത് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം 3 പോർഷൻ പഠിച്ചു. മേഘങ്ങൾ, പഞ്ചായത്ത് രാജ്, ലോക വിപ്ലവങ്ങൾ. കൊച്ചു കാര്യങ്ങളെ പഠിച്ചോളൂ, ഒരുവിധം ബേസ് ഉള്ളവർക്ക് ഇത് കിട്ടിയിരിക്കും. അടുത്ത നോക്കേ, ഗെയിമുകൾ, മെഡലുകൾ. ഇതിൽ നിന്ന് ചിലപ്പോൾ ഉറപ്പായിട്ട് വരാം. നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് 2024 ഒളിമ്പിക്സ് ആണല്ലോ. പാരീസ് ഒളിമ്പിക്സിൽ 1ാം സ്ഥാനം അമേരിക്ക. 40 സ്വർണം, 45 വെള്ളി, 42 വെങ്കലവുമായി 126 മെഡലുമായിട്ട് 1ാം സ്ഥാനം ആരായിരുന്നടെ? അമേരിക്ക. അമേരിക്കയുടെ സ്വർണം എത്ര? 40. 2ാം സ്ഥാനം ആർക്കാ? ചൈന. ചൈനയ്ക്കും സ്വർണം എത്ര? 40 ഉണ്ടെങ്കിലും മെഡലിന്റെ എണ്ണം കുറഞ്ഞു. വെള്ളി 27, വെങ്കലം 24, അങ്ങനെ 91 മെഡലുമായി 2ാം സ്ഥാനം ആരാ? ചൈനയാണ് വരട്ടെ. 3ാം സ്ഥാനം ജപ്പാനാണ് വരുന്നത്. 20 സ്വർണവുമായി 45 മെഡലുകളാണ്. അപ്പം പാരീസ് ഒളിമ്പിക്സ് 2024 ആദ്യം 3 സ്ഥാനക്കാരാണ്. ആ 40 സ്വർണവുമായി 126 മെഡലുമായി അമേരിക്ക 1ാം സ്ഥാനത്ത്, 40 സ്വർണവുമായി 91 മെഡലുമായിട്ട് ചൈന 2ാം സ്ഥാനത്ത്, 20 സ്വർണവുമായി 45 മെഡലുമായി ജപ്പാൻ 3ാം സ്ഥാനത്ത്. ഓക്കെ, ഇനി ഇന്ത്യക്ക് എത്രാം സ്ഥാനം നോക്കെ? ഇന്ത്യയുടെ സ്ഥാനം 71. അതായത് 1 വെള്ളി 5 വെങ്കലം. 1 വെള്ളി 5 വെങ്കലം. പാരാലിമ്പിക്സ് നോക്കാം. ഒളിമ്പിക്സ് ഉണ്ടല്ലോ. അപ്പൊ പാരാലിമ്പിക്സിൽ 2024 അതും പാരീസിൽ വെച്ചാണ് നടന്നത്. 1ാം സ്ഥാനം ചൈനയ്ക്കായിരുന്നു. അവിടെ അമേരിക്ക വന്നപ്പോൾ ഇവിടെ 1ാം സ്ഥാനം ചൈന. 94 സ്വർണവും 76 വെള്ളിയും 50 വെങ്കലവുമായി 220 മെഡലുകളുമായി പാരാലിമ്പിക്സിൽ ചൈന 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് ബ്രിട്ടനാണ്. 3ാം സ്ഥാനത്ത് അമേരിക്കയാണ്. 2ാം സ്ഥാനത്ത് ബ്രിട്ടൻ 124 മെഡല്, അമേരിക്ക 36 സ്വർണവുമായി 105 മെഡലുമായിട്ട് 3ാം സ്ഥാനത്ത്. ഇന്ത്യക്ക് എത്രാം സ്ഥാനം നോക്കേ? ഇന്ത്യക്ക് 18ാം സ്ഥാനമാണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനം? 18ാം സ്ഥാനമാണ്. സ്വർണം 9, വെള്ളി 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലവുമായി ആകെ 29 മെഡൽ. ഇത് പഠിച്ചു വെച്ചിരിക്കണേ. 2024 പാരാലിമ്പിക്സ് എവിടെ വെച്ചാണ് നടന്നത്? പാരീസിൽ വെച്ച്. ഇന്ത്യയുടെ സ്ഥാനം 71 ഒളിമ്പിക്സിലും പാരാലിമ്പിക്സിൽ 18ാം സ്ഥാനം. ഇനി ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആർക്കാ നോക്കാം. 2022 ചൈനയിലെ ഹുവാങ്ഷുവിൽ വെച്ചാണ് നടന്നത്. 1ാം സ്ഥാനം ചൈനയ്ക്ക് തന്നെയാണ്. പൊതുവെ എപ്പോഴും ഏഷ്യൻ ഗെയിംസിൽ ചൈന തന്നെയാണ്. 201 സ്വർണവും 111 വെള്ളി, 71 വെങ്കലവുമായി 383 മെഡലാണ് ചൈനയ്ക്ക് കിട്ടിയത്. 2ാം സ്ഥാനം ജപ്പാൻ. 52 സ്വർണം, 67 വെള്ളി, 69 വെങ്കലവുമായി 188 മെഡലുമായി 2ാം സ്ഥാനം ജപ്പാൻ. അപ്പോൾ 1ാം സ്ഥാനം ചൈന, 2ാം സ്ഥാനം ജപ്പാൻ, 3ാം സ്ഥാനം ദക്ഷിണ കൊറിയയാണ്. 42 സ്വർണം, 59 വെള്ളി, 89 വെങ്കലവുമായി 190 മെഡലുമായിട്ട് 3ാം സ്ഥാനം ദക്ഷിണ കൊറിയ. ഇന്ത്യക്കാർ തൊട്ടടുത്തുണ്ട്. 4ാം സ്ഥാനത്തുണ്ട്. 28 സ്വർണം, 38 വെള്ളി, 49 വെങ്കലവുമായി 107 മെഡലുമായി 4ാം സ്ഥാനമാണ് ഇന്ത്യ. അപ്പോൾ 1ാം സ്ഥാനം ചൈന, 2 ജപ്പാൻ, 3 ദക്ഷിണ കൊറിയ, 4 ഇന്ത്യ. ഇന്ത്യയുടെ മെഡല് മൊത്തം 107 മെഡലുകളാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഇനി കോമൺവെൽത്ത് ഗെയിംസ് നോക്കുക. 2022 നടന്നത് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം. 1ാം സ്ഥാനം ഓസ്ട്രേലിയയുടെ. അപ്പം ഒളിമ്പിക്സിൽ 1ാം സ്ഥാനം അമേരിക്ക, പാരാഒളിമ്പിക്സിൽ 1ാം സ്ഥാനം ചൈന, ഏഷ്യൻ ഗെയിംസിൽ 1ാം സ്ഥാനം ചൈന, ഇപ്പം കോമൺവെൽത്ത് ഗെയിംസിൽ 1ാം സ്ഥാനം
ഓസ്ട്രേലിയക്കാണ്. ഓസ്ട്രേലിയ 67 സ്വർണവും 57 വെള്ളിയും 54 വെങ്കലവുമായി 178 മെഡലുമായി 1-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ഉണ്ട്. 2-ാം സ്ഥാനം ഇംഗ്ലണ്ട്, 3-ാം സ്ഥാനം കാനഡ, 4-ാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട്. 22 സ്വർണം, 16 വെള്ളി, 23 വെങ്കലവുമായി 61 മെഡലുമായിട്ട് ആരുണ്ട്? നമ്മുടെ ഇന്ത്യ 4-ാം സ്ഥാനത്ത് കിടപ്പുണ്ട്. അപ്പൊ ഏഷ്യൻ ഗെയിംസിലും 4-ാം സ്ഥാനം, കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 4-ാം സ്ഥാനമാണ്. ഇനി ദേശീയ ഗെയിംസും കൂടെ പഠിച്ചേരെ. കഴിഞ്ഞ 2025 ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലാണ് നടന്നത്. 38ാമത്തെ ദേശീയ ഗെയിംസ് ആണ് നടന്നത്. ചിലപ്പം ചോദിക്കാം. 1-ാം സ്ഥാനം സർവീസസിനാണ്. 68 സ്വർണവുമായി 121 മെഡലുകളുമായിട്ട് 1-ാം സ്ഥാനം സർവീസസ്. 2-ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. 54 സ്വർണവുമായി 21 മെഡലുമായി 2-ാം സ്ഥാനം. 3-ാം സ്ഥാനം ഹരിയാന, 48 സ്വർണവുമായി 153 മെഡൽ ഹരിയാന. കേരളത്തിന്റെ സ്ഥാനം 8 പോയി. അപ്പം ദേശീയ ഗെയിംസിൽ കേരളം 8-ാം സ്ഥാനമാണ്. 13 സ്വർണവും 17 വെള്ളിയും 24 വെങ്കലവുമായി 54 മെഡലുകളുമായി 8-ാം സ്ഥാനത്താണ് ആരെന്ന് പറയുന്നത്? കേരളം എന്ന് പറയുന്നത്. അടുത്ത 5ാമത്തെ ടോപ്പിക് ഒക്കെ വളരെ സിമ്പിൾ ടോപ്പ്. പ്രധാനപ്പെട്ട IT ആക്ട് പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നത് മാത്രമേ എഴുതിയുള്ളൂ. IT പഠിപ്പിക്കുന്നപ്പോൾ സാറുമാർ നല്ല ഓർഡറിലങ്ങ് പഠിക്കുക. ഇത് ഇത്രയൊന്ന് പഠിച്ചിട്ട് കാരണം കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്കും ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സെക്ഷൻ 65 സൈബർ ടാമ്പറിംഗ് എന്ന് വിളിക്കുന്നത്. എന്താ സൈബർ ടാമ്പറിംഗ്? ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ശരിയായ വിവരങ്ങൾ നീക്കം ചെയ്യുകയോ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നതിനെ സൈബർ ടാമ്പറിംഗ് എന്ന് വിളിക്കുന്നതാണ് 65. സെക്ഷൻ 66 ഒത്തിരി പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാക്കിങ്. സെക്ഷൻ 66നെയാണ് ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. 66B ആണ് ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിക്കുക. ആ മോഷണ വിധൽ വാങ്ങുന്ന ആർക്കും കുറ്റമാണ്, മോഷ്ടിക്കുന്ന ആർക്കും കുറ്റമാണ്, അത് സ്വീകരിക്കുന്നതും ഒക്കെ കുറ്റം. 66B ആണ്. 66C ആണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് വിളിക്കുന്ന അപഹരണം 66C ആണ്. 66D ആൾമാറാട്ടം നടത്തുക എന്ന് വിളിക്കുന്നതാണ്. ആൾമാറാട്ടം നടത്തുകയാണ്. ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാകത്തില്ലേ, അതാണ് ആൾമാറാട്ടം നടത്തുക. 66E വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. 66E എന്ന് പറയുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. 66E ആണ്. 66F സൈബർ ടെററിസം, ഭീകരവാദവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത്. 67A പോണോഗ്രാഫി, അശ്ലീല ദൃശ്യങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. 67B ചൈൽഡ് ഫോണോഗ്രാഫി, കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് 67B. ഇതാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ 66 ഹാക്കിങ്, 66B ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിക്കുന്നത്, 66C ഐഡന്റിറ്റി വ്യക്തി വിവര മോഷണം എന്ന് കേട്ടിട്ടില്ലേ, ഐഡന്റിറ്റി തെഫ്റ്റ്, 66D ആൾമാറാട്ടം നടത്തുക, 66E എന്താ വയലേഷൻ ഓഫ് പ്രൈവസി സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, 66F സൈബർ ടെററിസം, 67A പോണോഗ്രാഫി, 67B ചൈൽഡ് പോണോഗ്രാഫി. ഇനി 69Aയും കൂടെ പഠിച്ചേരെ. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരമാണ് 69Aയും. 71 എന്ന് പറഞ്ഞാൽ തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ നിർമ്മാണവും പ്രചരണവും. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടിരുന്നേരെ, ചിലപ്പം ചോദിക്കാം, പോലീസ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. ലാസ്റ്റ് നോക്കാം, കറണ്ട് അഫേഴ്സ് എന്ന ചോദ്യം. 2025 നോബൽ സമ്മാനം പല തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, പക്ഷേ നമ്മൾ ആദ്യം എഴുതുമ്പോൾ ഇതും കൂടെ അങ്ങ് എഴുതി പഠിക്കാം. നോബൽ സമ്മാനം ആദ്യം സാഹിത്യത്തിന് 2025 നോബൽ സമ്മാനം കിട്ടിയത് ഹംഗറിക്കാരനായ ലാസ്ലോ ക്രാസ്ന-ഹോർക്കായി ആണ്. ലാസ്ലോ ക്രാസ്ന-ഹോർക്കായി. അപ്പൊ ഹംഗറിക്കാരനായ ലാസ്ലോ ക്രാസ്ന-ഹോർക്കായി ആണ്. അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ് സാത്താൻ ടാങ്കോ എന്ന് വിളിക്കുന്നത്. പ്രധാന നോവൽ ദ മെലങ്കിളി ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന നോവൽ. ഹംഗറിക്കാരനാണ്. സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ഒരു വനിതയ്ക്കാണ്, മറിയ കൊറീന മച്ചാഡോ. വെനസ്വലക്കാരിയായ മറിയ കൊറീന മച്ചാഡോ ജനാധിപത്യപരമായ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി. കുട്ടികൾക്കായിട്ട് അഥേന ഫൗണ്ടേഷൻ 1992 നമ്മുടെ വെനസ്വലയിൽ തന്നെ കാരക്കാസിൽ അഥേന ഫൗണ്ടേഷൻ ഒക്കെ സ്ഥാപിച്ചത് മറിയ കൊറീന മച്ചാഡോയാണ്. അടുത്ത നോക്കേ, ഫിസിക്സിന് നോബൽ സമ്മാനം 3 പേർക്ക്. രാജ്യം പഠിച്ചേ പറ്റൂ. രാജ്യങ്ങളും ജോൺ ക്ലാർക്ക് UK, മിഷേൽ ഡെവോ റൈറ്റ് ഫ്രാൻസ്, ജോൺ ഓഫ് മാർട്ടിനസ് അമേരിക്ക. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക്
മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിന്റെയും ഊർജം ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ് ഇദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? നോബൽ സമ്മാനം കിട്ടുന്നത്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിന്റെയും ഊർജം ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ് കിട്ടുന്നത്. ജോൺ ക്ലാർക്ക്, മിഷേൽ ഡെവോറൈറ്റ്, ജോൺ മാർട്ടിനസ് 3 പേർക്കുമാണ് ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടുന്നത്. കെമിസ്ട്രിക്കും 3 പേർക്കാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് കെമിസ്ട്രി പലതവണ ഇപ്പം ചോദിച്ചതും കെമിസ്ട്രിയുടെ. ജപ്പാൻകാരനായ സുസുമോ കിറ്റഗാഗ, UK കാരനായ റിച്ചാർഡ് റോബ്സൺ, ജോർദാൻകാരനായ ഒമർ എം യാഗി. ജപ്പാൻകാരനായ സുസുമോ കിറ്റഗാഗ, UK കാരനായ റിച്ചാർഡ് റോബ്സൺ, ജോർദാൻകാരനായ ഒമർ എം യാഗി. ഇവർക്ക് 3 പേർക്കുമാണ് കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം കിട്ടിയത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിമുകളുടെ വികസനം പുതിയ തരം തന്മാത്ര വാസ്തുവിദ്യ വികസിപ്പിച്ചിരുന്നത്. പുതിയ തരം തന്മാത്ര വാസ്തുവിദ്യ വികസിപ്പിച്ചത്. ഈ വരി ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. മെറ്റൽ ഓർഗാനിക് ഫ്രെയിമുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് 3 പേർക്കും നോബൽ സമ്മാനം കിട്ടിയത്. മെഡിസിന് നോബൽ സമ്മാനം കിട്ടിയത് ഷിമോൺ സഗാഗുച്ചി, ജപ്പാൻ, ഫെഡറിക് ജെ റാംസ്ഡെൽ, അമേരിക്ക, മേരി ഇ ബ്രാങ്കോ, അമേരിക്ക. ഷിമോൺ സഗാഗുച്ചി, ജപ്പാൻ, ഫെഡറിക് ജെ റാംസ്ഡെൽ, അമേരിക്ക, മേരി ഇ ബ്രാങ്കോ, അമേരിക്ക. എന്താണ് ഇത് പഠിച്ചു വെച്ചിരിക്കണം? ഇപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചു ഡിഗ്രി ലെവൽ വരെ. പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസിന്റെ കണ്ടുപിടുത്തം. പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ലേഡീസിന്റെ പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്കും ഈ വരിയാ ചോദിച്ചത്. പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസിന്റെയും രോഗപ്രതിരോധ സംവിധാനം നിയന്ത്രിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തമാണ് ഇവർക്ക് 3 പേർക്കും മെഡിസിന് നോബൽ സമ്മാനം. രാജ്യങ്ങളും കൂടെ പഠിച്ചങ്ങ് പോകണേ. അടുത്ത നോക്കാം. എക്കണോമിക്സിന് ഒരു വെറൈറ്റി ഉണ്ട്. ഒരാൾക്ക് വേറൊരു വിഷയം, രണ്ടാൾക്ക് വേറൊരു വിഷയം. നോക്കാം. എക്കണോമിക്സിൽ ആദ്യത്തെ ആള് ജോയൽ മോക്കിർ, നെതർലൻഡ്സുകാരനാണ്. അദ്ദേഹം സാങ്കേതിക പുരോഗതിയുടെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുത്തതിനാണ് ജോയൽ മോക്കിറിനും ഫിലിപ്പ് അഗ്യോണിനും പീറ്റർ ഹൗഗിറ്റ്, ഫിലിപ്പ് അഗ്യോൺ ഫ്രാൻസുകാരനും പീറ്റർ ഹൗഗിറ്റ് കാനഡക്കാരനുമാണ്, ക്രിയാത്മക നാശത്തിലൂടെയുള്ള സുസ്ഥിര വളർച്ചാ സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തതിനാണ് എക്കണോമിക്സിന് നോബൽ സമ്മാനം. അപ്പൊ എക്കണോമിക്സിന് നോബൽ സമ്മാനം കിട്ടിയ 3 പേരാരൊക്കെയാണ്? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗ്യോൺ, പീറ്റർ ഹൗവിറ്റ് എന്നിവയാണ് എക്കണോമിക്സിന് നോബൽ സമ്മാനം കിട്ടിയത്. ആ കാര്യങ്ങൾ ഓരോന്നും ഒന്നും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കണേ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ലോക വിപ്ലവങ്ങൾ പഠിച്ചു, മേഘങ്ങൾ പഠിച്ചു, പഞ്ചായത്ത് രാജ് പഠിച്ചു, ഗെയിമുകൾ, മെഡലുകൾ പഠിച്ചു, പ്രധാന IT ആക്ട് പഠിച്ചു, പിന്നെ 2025 ഇങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെ ഓരോന്നായിരിക്കും ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഓരോ ആഴ്ചയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അങ്ങ് പഠിച്ചു നോക്കാം. അപ്പോൾ ലോക വിപ്ലവങ്ങളുടെ വർഷങ്ങൾ അറിയാലോ. പഞ്ചായത്ത് രാജ് കുഴപ്പമില്ലല്ലോ. 1994 ഏപ്രിൽ 23 കേരളത്തിലും, 93 ഏപ്രിൽ 24 ഇന്ത്യയിലും, 94 ഏപ്രിൽ 23 കേരളത്തിലും വന്നു അല്ലേ. 59 ഒക്ടോബർ 2 രാജസ്ഥാനിൽ വരുന്നത്. ഒരുവിധം പ്രധാനപ്പെട്ടുണ്ട്. ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. സ്പീഡായാലും ഒന്ന് നോക്കണേ. കാരണം നിങ്ങളെ വാരി വലിച്ച് 1 മണിക്കൂറിൽ കൂടുതലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത്രയും നേരം കണ്ടുകൊണ്ടിരിക്കാൻ പാടാം. അതുകൊണ്ട് അരമണിക്കൂറിൽ ഒതുക്കാം എന്നൊക്കെ വെച്ച് ഞാൻ ഇമ്പോർട്ടൻറ്റ് മാത്രം പറഞ്ഞു തന്നത്. അപ്പോൾ ഇച്ചിരി സ്പീഡായിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ ഇടുക. ഒരു സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഇടുക. എന്നാൽ കഴിയുന്ന അടുത്ത ഒരു ഹോട്ട് ടോപ്പിക്സുമായിട്ട് ഉടനെ തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജിലൂടെ ഞാൻ വരും. അടുത്ത ആഴ്ച തന്നെ അടുത്ത ഒരു 5 ഹോട്ട് ടോപ്പിക്സോ 6 ഹോട്ട് ടോപ്പിക്സോ ആയിട്ട് അടുത്ത ആഴ്ച തന്നെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.